അഭിനയ ഉപകരണമാണ് അഖിൽമാരെ ഒരു ലാലേട്ടൻ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യും. ഒരുപാട് സ്വപ്നം കണ്ട മാനിഫെസ്റ്റ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പടമാണ്. ചീഫ് മിനിസ്റ്ററിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഏകദേശം ഒരു ബുള്ളറ്റ് ഒക്കെ ഓടിച്ച് വരുമ്പോൾ ഒരു മാസ് ഹീറോ ടച്ച് ലാലേട്ടനെ പോലെ തന്നെ ഒരു മാസ്. ആദ്യം തൊട്ട് അവസാനം ത്രില്ലിംഗ് ആയിരുന്നു. ആർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും അറിയില്ല. അതായത് അങ്ങനെ വെച്ചതാ അഭിനയ ജാഫർ ഇടുക്കിയുടെയും മറ്റേ അഖിൽമാരുടെ അഭിനയ ഉപകരണമാണ് അഖിൽമാരെ ഒരു ലാലേട്ടൻ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത പടത്തിൽ ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, ലാഗൊന്നുമില്ല. പക്ഷേ പുതുമുകളുടെ അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിരുന്നു. പടം ഒരു ആവറേജാണ്, ക്ലീശയാണ്, കണ്ടിരിക്കുക. സസ്പെൻസ് ത്രില്ലറാണോ? ഒരു ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, ലാഗ് ഒട്ടുമില്ല, കണ്ടിരിക്കാൻ പറ്റും. അഖിൽമാരാരുടെ ഒരു എൻട്രി ഫിലിമാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഓടിക്കുന്നതാണെങ്കിലും ആക്ഷൻ ആയാലും എല്ലാം ഒരു ഫാമിലി റിവെഞ്ച് സ്റ്റോറിയാണ്. പടം കണ്ടിരിക്കാം. ഇതിലെന്താ ഒരു കുറച്ച് സാഡൊക്കെയാണ്, എന്നാലും എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കണ്ടപ്പോൾ? ഫസ്റ്റ് മൂവിയാണ്. സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റേതായ ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രഷ് പ്രൊഡക്ഷൻ, ഫ്രഷ് മൂവിയാണ്. സിനിമ ഒരുപാട് സ്വപ്നം കണ്ട മാനിഫെസ്റ്റ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പടമാണ്. ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു മെമ്പറാണ്. ഏറ്റവും ലാസ്റ്റിൽ കാസ്റ്റ് ആവുന്നത് ഞാനാണ്. സോ അതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഡെസ്റ്റിനിയാണ് എനിക്ക് ഈ മൂവി എന്ന് പറയുന്നത്. എനിക്ക് ആദ്യമേ ഈ ഒരു മൂവിക്ക് കോൾ വന്നപ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല, മിസ്സായിപ്പോയി. പിന്നെ വേറൊരാളെ വെച്ചത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തു. പിന്നെ എന്തോ കാരണത്താൽ അത് മാറിപ്പോയി, വേറൊരാളും കാസ്റ്റായി, എന്തൊക്കെയോ മാറിപ്പോയി. ലാസ്റ്റിൽ ഞാൻ തന്നെ അത് കറങ്ങി തിരിഞ്ഞ് വന്ന് ചെയ്യാൻ പറ്റി. അതെ, ഐ ഫീൽ ഇറ്റ്സ് റിയലി ഒരു ദൈവത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ സന്തോഷമാണ് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ. എനിക്കും കണ്ടപ്പം കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് തോന്നുന്നു. അഖിലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഡെഫിനറ്റ്ലി അഖിലേട്ടനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ മെസ്സേജ് ചെയ്തതാണ്, വിഷ് വി കുഡ് വാച്ച് ദ മൂവി ടുഗദർ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അഖിലേട്ടൻ പക്ഷേ കൊട്ടാരക്കരയിലെ തിയേറ്ററിലെ പിള്ളേരുടെ എല്ലാം കൂടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാർക്കെതിരെ ഭയങ്കര ഒരു ഹെയ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം ഈ പടത്തിൻ്റെ ആയാലും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും വന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു സ്മോൾ കറക്ഷൻ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹേറ്റ് അഗൈൻസ്റ്റ് ദ മീഡിയയിൽ വരുന്ന കമൻറ്റ് സെക്ഷനാണ് പുള്ളി പറയുന്നത്. അത് നമ്മൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ചാൽ അത്രയും ഹെയ്റ്റ് ആ ഒരു വീഡിയോയിൽ വരുന്ന ആൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർ അത് നേരിടേണ്ടി വരത്തില്ല എന്നുള്ളൊരു സംഭവമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായേക്കുന്നത് പുള്ളിയുടെ ലേഖനങ്ങളിൽ നിന്ന്. പിന്നെ മാറി നിൽക്കാന്ന് പുള്ളി എവിടെയാണ് മാറി നിന്നിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടില്ല എവിടെയും മാറി നിൽക്കുന്ന ഒരാളാണെന്ന്. പറയുന്ന പോലെ നാടിന് വേണ്ടിയിട്ടും ഈവൻ ചീഫ് മിനിസ്റ്ററിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ നാടിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അഖിലേട്ടൻ്റെ അഭിനയിച്ച സിനിമ അഖിലേട്ടൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂടെ കൊട്ടാരക്കര തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി പോയത്. ഐ തിങ്ക് നാളെ തന്നെ തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ഇവിടെ എറണാകുളത്ത് ഒരുമിച്ച് കാണുന്നതായിരിക്കും. ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോവില്ല. ഞാനോ? അല്ല, അദ്ദേഹം ആയാലും സംസാരിച്ചിരുന്നത് ഇല്ല, അങ്ങനെയൊന്നും പോകാൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലോ അഖിലേട്ടൻ. അത് എവിടെയും എങ്ങനെയും അൺഫിൽട്ടേർഡ്. ഹീസ് റിയലി ദി അൾട്ടിമേറ്റ് അൺഫിൽട്ടേർഡ് പേഴ്സൺ ഐ വുഡ് സേ. ഞങ്ങളെല്ലാം കണ്ടിടത്തോളം നേരിട്ട് പരിചയമുള്ള ഒരാളിൽ എനിക്ക് നോക്കുന്ന എൻ്റെ ലൈഫിൽ ഇത്രയും അൺഫിൽട്ടേർഡ് ആയിട്ട് സംസാരിക്കുന്ന വേറൊരു വ്യക്തിയില്ല. ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്, ചെറുപ്പം മുതൽ കണ്ട സ്വപ്നം. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് കഷ്ടപ്പെട്ട് കയറി വന്നൊരു സ്വപ്നമാണ്, കഷ്ടപ്പാടുമാണ്. ഇന്ന് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കറിയില്ല അത് വേറെ അതിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ മൂവി തന്നെ അഖിൽമാരാരുടെ കൂടെ ആയപ്പോൾ ഇരട്ടി സന്തോഷം ഉണ്ടായി. പിന്നെ ഞാൻ കഴിഞ്ഞ ആകെ ഒരു സീസണേ കണ്ടുള്ളൂ, അത് സീസൺ 5. അതിനകത്ത് ഞാൻ അഖിലേട്ടൻ ഫാനായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ തന്നെ ഇതിനകത്ത് സപ്പോർട്ടായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാനിപ്പോൾ അഖിലേട്ടനോട് പറയുന്നു, നിങ്ങൾ വന്നിട്ടാണ് നമുക്ക് ഇത് പൊളിക്കാം, പ്രൊമോഷൻ പൊളിക്കാം. കറക്റ്റ് അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ ഭയങ്കര ഹാപ്പി ഒരു മൊമെന്റ്. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തെങ്കിലും എനിക്ക് എവിടെയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ തോന്നിയിരുന്നു? അത് ഞാനല്ല പറയണ്ടേ, ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും അവരുടെ സജഷൻ ഞാൻ എന്തായാലും എടുക്കും. ക്രിറ്റിസിസം എന്താണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറ് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ 100% ഉറപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു അഖിലേട്ടൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് മുള്ളൻകൊല്ലി, എങ്ങനെ ഉണ്ടായി? അവരെല്ലാവരുടെയും പെർഫോമൻസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കുഞ്ഞു പടമാണ്. അപ്പം ആ ഒരു ചെറിയ ബഡ്ജറ്റിലെടുത്ത പടം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മാരാരുടെ ഫസ്റ്റ് മൂവിയാണ്, അബിയുടെ ഒരു ത്രൂ ഔട്ട് ഫസ്റ്റ് മൂവിയാണ്, സെറീനയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് മൂവിയിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം പഠിച്ചു വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഒരു ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പടത്തിന് മൊത്തത്തിൽ അത് അഭിനയകൃത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു പരിമിതികളുണ്ടായിരുന്നു. ബഡ്ജറ്റിനാണെങ്കിലും
അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്കൊരു എന്താണോ മാക്സിമം ചെയ്യാൻ പറ്റുക അത് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വരട്ടെ. ഇനി ഒരു ബിഗ് ബോസ് ടീമിന്റെ ഇതുപോലെയുള്ള ഒരു പടം ഇനി വരുമോ സിജോ ചേട്ടനൊക്കെ അഭിനയിക്കുന്നത്? അല്ല, ഞങ്ങൾ ഒഫീഷ്യലി ഒന്നും നമ്മളത് പറയാൻ ശരിയല്ലോ. ഞങ്ങളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സീസണിൽ നിന്ന് ഞങ്ങളൊരു കാര്യം, അത് സിനിമയല്ല കേട്ടോ, അതൊരു സിനിമയല്ല, വേറൊരു കാര്യമാണ്. അത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയാണെങ്കിൽ തന്നെയും നമുക്ക് ഇപ്പം ഞാനൊരു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഒരു ആക്ടറൊന്നും അല്ല. അപ്പം നമുക്കും അത് ആ പണി അറിയില്ലെന്ന് തന്നെ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നാളെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്ക് പണി അറിയാവുന്ന ഒരുപാട് ആൾക്കാരോട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നാളെ ചെയ്യാൻ പറ്റുന്ന വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അങ്ങനെ വളരെ നന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നന്നായിരുന്നു. അഖിൽ മാരാറെ മിസ് ചെയ്യുന്നു ഇവിടെ, ബാക്കി എല്ലാവരും ഉണ്ട്. പക്ഷെ ശരിക്കും നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അഖിൽ മാരാറെ, പക്ഷെ പറ്റിയില്ലെങ്കിലും ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ അഖിൽമാരുടെ എൻട്രിയും കാര്യമൊക്കെ എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതുപോലെ തന്നെ വന്നപ്പം നമുക്കൊക്കെ ഭയങ്കര അതെ 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 നന്നായിരുന്നു കേട്ടോ. എല്ലാവരോടും പറയണം വന്ന് കാണാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പടം നല്ല പടമായിരുന്നു. അഭിഷേകിന്റെ പെർഫോമൻസ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നമ്മള് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ, സസ്പെൻസ് ആണോ? സസ്പെൻസ് ത്രില്ലർ ആണ്. നമ്മള് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. അഖിൽമാരാർ എങ്ങനെയുണ്ടായി? അഖിൽ മാരാറ് സൂപ്പർ ആയിരുന്നു. അഭിനയം അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ മുകളിൽ പോയി. നല്ല മൂവിയായിരുന്നു. മൊത്തത്തിൽ നല്ല കാസ്റ്റും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല മൂവിയാണ്. കാസ്റ്റൊക്കെ അടിപൊളിയാണ്. എന്താ പറയാ, അഖിൽമാരുടെ എൻട്രി ഒക്കെ ഒരു ഭയങ്കര ലാലേട്ടനെ അനുസ്മരിപ്പിക്കുന്നത് ശരിയാണോ? ഏകദേശം ഒരു ബുള്ളറ്റ് ഒക്കെ ഓടിച്ച് വരുമ്പോൾ ഒരു മാസ് ഹീറോ ടച്ച് ലാലേട്ടനെ പോലൊക്കെ തന്നെ ഒരു മാസ്, മൊത്തത്തിലൊരു മാസമായിരുന്നു. മറ്റേ ബുള്ളറ്റ് ഓടിച്ച് പോകുന്ന സീനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നാണ്. പോലീസുകാരൊക്കെ എങ്ങനെയുണ്ടായി? നന്നായിരുന്നു. മറ്റേ ശരിക്കും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് നല്ല രീതിക്ക്. അപ്പോൾ നല്ല സിനിമയായിരുന്നു. പോലീസിൻ്റെ എല്ലാവരുടെ ഇതും സെറീനയുടെ ആണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. താങ്ക് യു. ഒരു ഫാദറിനെ മറ്റേ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഷോ അല്ലാണ്ട് ഭയങ്കര ഒരു മാസ് ഫാദറാണ്. നിങ്ങൾ കൂടുതൽ മൂവിയാണോ? ഞാൻ പറഞ്ഞെല്ലാം പറഞ്ഞു. താങ്ക് യു. എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അഖിൽ മാരാരാണെങ്കിലും അഭിഷേകാണെങ്കിലും ഒക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് മ്യൂസിക്കൊക്കെ നല്ല ഇഷ്ടമായി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പിന്നെ നന്നായിട്ടുണ്ട്. സീനറികളും മൊത്തം നന്നായിട്ടുണ്ട്. നമ്മൾ ബോറടിക്കില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റിയൊരു പിക്ചറാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കോട്ടയം നസീർ, ജാഫർ ഇടുക്കിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവരൊക്കെ നന്നായി, ഓൾമോസ്റ്റ് നന്നായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ പഴയ നടന്മാരൊക്കെ അവരെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ അസലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മുള്ളൻകൊല്ലി? നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. പൊതുവെ എൻ്റെ സീനറികളിലൊക്കെ എല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ മാരാര് പുളി, അഭിഷേക് എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇഷ്ടം. സെറീനയാണെങ്കിൽ എല്ലാവരും നല്ല കഥാപാത്രങ്ങളായിരുന്നു. അതിൽ എല്ലാം അഭിനയം നല്ലതാണ്. മാരാരുടെ അഭിനയം നല്ലതാണ്. ഉണ്ട്. ആ സസ്പെൻസ് അവസാനം വരെ നിർത്തിയിരുന്നു. നമുക്ക് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ അത് അവസാനമാണ് നമുക്ക് അറിയാൻ പറ്റിയത്. സൂപ്പർ, നല്ല പെർഫോമൻസ് ആണ്. ആദ്യം തൊട്ട് അവസാനം ത്രില്ലിംഗ് ആയിരുന്നു. ശരിക്കും നമുക്ക് വീണ്ടും ആകാംക്ഷയോടെ ഇനി അടുത്തെന്നുള്ളൊരു ആകാംക്ഷയോടെ ഇരിക്കാൻ പറ്റിയൊരു സാധനം. അഖിൽമാരെ കലക്കി പൊളിച്ചടക്കി. മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ജനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ കൂടെയും പടം കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നമ്മുടെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് വരുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഖിൽ മാരാറാണെങ്കിലും അഭിഷേക് ആണെങ്കിലും സെറീന ആണെങ്കിലും. കാരണം വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമല്ലേ പോലും ആ കഥയുടെ ആ ഒരു പവർ കൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതിനാണ്. പക്ഷെ നല്ല റിവ്യൂസും വരുന്നുണ്ട്. പാട്ടുകൾക്കെല്ലാം നല്ല അഭിപ്രായമുണ്ട്. അലിത്തമര എന്നൊരു പാട്ടും പിന്നെ അകലും കരമെന്ന 2 പാട്ടുകൾ ഇതിനകത്തുണ്ട്. എന്തായാലും നല്ല അഭിപ്രായം വരും. നന്നായിട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾക്ക് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മ്യൂസിക്കാണ് ഓരോ പ്രേക്ഷകനെ ഇപ്പം പിടിച്ചിരുത്തുന്നത്. അപ്പം അങ്ങനെയും കൂടി ഉണ്ടെങ്കിലാണ് ഒരു പടത്തിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെ, ഇതിപ്പോൾ ഒരു സൈക്കോ ത്രില്ലറിൽ പെടുന്ന പടമാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഫാമിലിയും എല്ലാ അറ്റാച്ച്മെൻറ്റും ഉണ്ട്, പാട്ടുകളുണ്ട്, ഒരു നല്ല എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ വശങ്ങളുള്ളൊരു പാട്ടാണ്. ഫൈറ്റ് സീൻസ് ഉണ്ട്. ഫൈറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കോയിലൊക്കെയുള്ള ഹിറ്റായ കലേ കിങ്സ്റ്റൺ ആണ് ഇതിൻ്റെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയാണെങ്കിൽ പോലും ഇതിനകത്ത് എല്ലാ സാധ്യതകളുള്ള പടമാണ്. അതൊരു ഫുൾ പാക്ഡ് ആണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലി ഒരു സൈക്കോ ത്രില്ലർ എന്ന് വെച്ച് കാണാൻ വന്നാൽ പോലും സെൻറ്റിമെൻറ്റ്സും സംഗീതവും എല്ലാം ഉള്ള ഒരു സൂപ്പർ പാക്കാണ്. അപ്പോൾ നല്ല അഭിപ്രായം വരുന്നുണ്ട്. നന്നായിട്ട് വരട്ടെ. പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പാട്ടുകളൊക്കെ കേൾക്കുക. തിയേറ്ററിൽ തന്നെ വന്ന പടം കാണാം. ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ മൂവിയാണ്. അതിൻ്റെതായ ടെൻഷനും ഉണ്ടായിരുന്നു, അതിൻ്റെതായ കുറ്റങ്ങളും അതിനകത്ത് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടിട്ടാണ് അഭിപ്രായം പറയേണ്ടത്. ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. അപ്പോൾ നിങ്ങളിനി കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്തായാലും വർത്ത് വാച്ചാണ്. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സോ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. കണ്ടപ്പോൾ കൂടുതലായിട്ട് എന്താ ഒരു ഇഷ്ടപ്പെട്ടത്? വാച്ചിങ് മീ ഓൺ ബിഗ് സ്ക്രീൻ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ബിക്കോസ് അതിനകത്തിരിക്കുന്നു, കാണുന്നു സ്ക്രീനിൽ, സ്വന്തം ഫേസ് കാണുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടം വന്നു, എല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ യാ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. പടം കണ്ടോ? ഇഷ്ടമായോ? കൃഷ്ണപ്രിയ. എല്ലാവരും കാണാത്തവരൊക്കെ പോയി പടം കാണണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണം. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയണം. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വർഷം വേറെ 3 സിനിമകൾ റിലീസാവാണ്ട്. പക്ഷേ പേഴ്സണലി മുള്ളംകല്ലിയിലാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടിരിക്കുന്നത്. മറ്റ് സിനിമകളൊക്കെ വന്നു ഒരു 20 ദിവസം ഷൂട്ടായിരുന്നു. പക്ഷേ ഇതൊരു 2 ഷെഡ്യൂളായിട്ട് അതിനെക്കാട്ടും ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നെ. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്നു, പക്ഷേ ഈ സിനിമയിൽ കുറച്ചധികം എഫേർട്ട് എടുക്കുന്ന സിനിമയാണ്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പുതിയ ആർട്ടിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെ പെർഫോമൻസ് പുതിയതാണെന്ന് തോന്നിയിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ സാർ, പുള്ളിയിലാണ് നിങ്ങളാണ് പറയേണ്ടത്. എന്നാലും നിങ്ങൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്കൊരു ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ. എന്തായാലും ഇത് പ്രേക്ഷകർ സ്വീകരിക്കും, ആ ഒരു രീതിയിലേക്ക് തന്നെയാണെന്ന് എനിക്കൊരു വളരെ വളരെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് മോൾക്ക് പോലും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ല, ഇവന് പോലും അറിയില്ല ക്ലൈമാക്സ് എന്താണെന്ന്. നമ്മൾ അത്രയും ക്ലൈമാക്സ് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും അറിയില്ല. അതായത് അങ്ങനെ വെച്ചതാ, ആ ക്യാരക്ടറിനെയും നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എനിവേ, ഇനി നിങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. അഖിൽമാരാർ എന്തുകൊണ്ടാണ് വരാൻ? അഖിൽമാരാർ തിരുവനന്തപുരത്ത് ആളുടെ ആ ഏരിയ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഓരോ ഏരിയയിൽ അദ്ദേഹം നിന്നു. പിന്നെ ഡയറക്ടർ കണ്ണൂർ ഏരിയ, പിന്നെ കാലിക്കറ്റ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കണ്ണാടിക്കൽ, അദ്ദേഹമാണ് നമ്മുടെ കൂടെ കട്ടക്ക് ചങ്കര് നിന്ന് ശരിയാക്കിയത്. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ നമ്മുടെ ഒരു ലൈൻ പ്രൊഡ്യൂസർ ഉണ്ട് ഉദയകുമാർ, അദ്ദേഹം വേറൊരു ചാനൽ. അങ്ങനെ ഓരോ ഏരിയയിൽ നിന്നിട്ടാണ് നമ്മൾ. എന്താ പറയാ, ഇത്രയും പേര് ബിഗ് ബോസിലെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് ഇതിനകത്ത് നല്ല കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എസ്പെഷ്യലി നമ്മുടെ അഭിഷേക് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവൻ നല്ല രസമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒരു സ്ക്രീനിലുള്ള ഒരു അപ്പിയറൻസ് ഒക്കെ ഭയങ്കര നല്ലതുണ്ട്. പിന്നെ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെ മാക്സിമം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം കണ്ടത്. അതിൽ പോലീസിൻ്റെ വേഷം രാജീവ് തോമസ് എന്നിട്ടാണ് ചെയ്തത്. ഫിലിം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ് നമ്മൾ ആക്ച്വലി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഫിലിം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ വിചാരിച്ചതിനെക്കാളി നന്നായിട്ട് വന്നു. മാഡത്തിൻ്റെ പേര്? ശ്രീഷ്മ. അപ്പം മൊത്തത്തില് എന്താണ്, നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണെന്ന് ആൾക്കാർ പറഞ്ഞ. ട്വിസ്റ്റ് ഉണ്ട്, നല്ല കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. മ്യൂസിക് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, ജോളി ടൈപ്പ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ല. നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല മൂവിയാണ്. എല്ലാവരും പ്രൊഡ്യൂസറായിട്ട് ഹാപ്പിയാണ്. പടം കണ്ടോ? നല്ല ഫിലിമായിരുന്നു. അത് അഖിൽമാരൊക്കെ നല്ലതായിട്ട്. അഖിലേട്ടൻ പൊളിച്ചോ? പിന്നെ അമ്മ ചില സീനിലുണ്ടായിരുന്നു, ചിലർ കരയുന്നുണ്ടായിരുന്നു. എനിക്ക് ഫിലിം ഇഷ്ടമായി.